ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മത്തങ്ങ എരിശ്ശേരിയാണ് നിങ്ങളടുത്ത് കാണിക്കുന്നത്. ഇതിന് ഞാൻ 1 കപ്പ് കടലയാണ്, ചെറിയ കടലയാണ് കുതിർത്തിരുന്നത്. മത്തങ്ങ ഒരു 1/2 കിലോയോളം മത്തങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഈ കടല ഞാനൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 ആവിയാണ് വേവിച്ചത്. സിമ്മിലിട്ടാൽ ഞാൻ പൊതുവെ വേവിക്കുക, അപ്പോഴാണെങ്കിൽ നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഞാനത് തുറന്നിട്ട് അതിലേക്ക് ഈ മത്തങ്ങ അരിഞ്ഞതിനെടുത്ത് ഞാൻ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് ഓപ്പണിൽ തന്നെയാണ് പിന്നെ വേവിച്ചത്, പിന്നെ ആവി കയറ്റിയില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ അരയ്ക്കാനുള്ള ചേരുവകളെല്ലാം ഞാനൊന്ന് റെഡിയാക്കി അതും കൂടെ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഈസി മെത്തേഡിലാണ് ചെയ്യുന്നത്. തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നു. എന്നിട്ട് കുറച്ച് കുരുമുളകും ജീരകവും 1/4 സ്പൂണോ 1/2 സ്പൂണിൻ്റെ താഴെ മതി, അത്രയും എടുത്തിരുന്നു. പിന്നെ തേങ്ങ എപ്പോഴും ഞാൻ വറുത്ത് സൂക്ഷിക്കാറുണ്ട്, അതൊരു 2 സ്പൂണാണ് എടുത്ത് വെച്ചിരുന്നത്. എന്നിട്ട് ഈ ഉലുവയും ഈ ചുവന്ന മുളകും കൂടെ ഞാൻ ഒന്ന് വറുത്താൽ പൊതുവേ ഉപയോഗിക്കാറുള്ളത്. അതങ്ങനെ ഡയറക്റ്റായിട്ട് ചുവന്ന മുളക് ഉപയോഗിക്കാറില്ല, അത് എടുക്കുമ്പോൾ അതിനൊരു നല്ല മണമാണ്. അപ്പം ഈ തേങ്ങയുടെ കൂടെ ഞാൻ ആ വറുത്ത തേങ്ങയും ആ മഞ്ഞളും ആ ജീരകവും ആ കുരുമുളകും കൂടെ ഞാനൊന്ന് 1 കപ്പിലേക്ക് മാറ്റി അത് അരയ്ക്കാനുള്ളതാണ്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഈ ഉലുവയും ചുവന്ന മുളകും കൂടെ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തു. വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിന് നല്ലൊരു മണമാണ് കിട്ടുന്നത്. ഇത് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്യുന്നത്. ഇത് പിന്നെയാണ് ഞാനിപ്പോൾ ആ ഉലുവ ഇടുന്നത്. ആ ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിന് നല്ല മണം കിട്ടും. എന്നിട്ട് പിന്നെ അടുപ്പണച്ചിട്ട് ഞാൻ ഈ അരയ്ക്കാനുള്ളതിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ ഈ മത്തങ്ങ നോക്കുമ്പോൾ മത്തങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇത് അരച്ച് കൊണ്ടുവരാനായിട്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് വേവുകയാണ്. എന്നിട്ട് അരച്ച് കൊണ്ടുവന്നത് ഞാനിപ്പോൾ ആഡ് ചെയ്യുവാണ്. ഒരുവിധം മത്തങ്ങ വെന്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ മിക്സി ജാറ് കഴുകിയ വെള്ളവും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്നും കൂടെ ലൂസാക്കുവാണ്. നമുക്ക് വേവും തോറും അതൊന്ന് കട്ടിയാവുമല്ലോ, അപ്പം അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്നും കൂടെ ലൂസാക്കുവാണ്. ഇനി ഒരു 3-4 മിനിറ്റും കൂടെ അത് വെന്താൽ മതി. ഇനി നമ്മൾ കടുക് വറുക്കുന്ന പ്രോസസ്സിലേക്കാണ് പോവേണ്ടത്. അപ്പം അതും കൂടെ ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചേക്കാം. എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് കടുക് വറുത്ത് ഒഴിച്ച ഉടൻ തന്നെ മൂടി അങ്ങ് വെച്ചേക്കും, നല്ല മണം.